വരുമോ നീ തിങ്കളേ തിങ്കളേ. കിഷൻ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു നിമിഷം നമ്മൾ തരണം ചെയ്തു, നമ്മുടെ വിവാഹം. കിഷന്റെ ചേച്ചിമാർ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞപ്പോ കിഷൻ താലി ചാർത്തുന്ന ആ നിമിഷം വരെയും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല നമ്മൾ ഒന്നാവുമെന്ന്. ചേച്ചിമാരെ പോലെ ഞാനും വിവാഹം കഴിക്കരുതെന്നായിരുന്നു അവരുടെ ആഗ്രഹം. കിഷന്റെ ചേച്ചിമാരെന്താ വിവാഹം കഴിക്കാത്തെ? അറിയില്ല, പണ്ടെങ്ങോ ഉണ്ടായ ഏതോ ഒരു ദുരന്തത്തിന്റെ പകരം വീട്ടൽ. ആരോടൊക്കെയുള്ള പക വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചേച്ചിമാർക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ആഗ്രഹിക്കാറില്ല. അതാണ് ഇവിടുത്തെ രീതി. ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഈശ്വരൻ നമുക്ക് കനിഞ്ഞു തന്ന രാത്രിയല്ലേ. ഇവിടെ നമുക്കെല്ലാം മറക്കാം. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ പ്രകാശം. ദേവിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി കഴിഞ്ഞപ്പോൾ ഈ കണ്ണുകളിൽ ആ പ്രകാശം ഞാൻ കണ്ടു. കിഷന്റെ കണ്ണു നിറഞ്ഞതും ഞാൻ കണ്ടു.
നമ്മുടെ അവസാനത്തെ കണ്ണുനീരാകണം. ഇനി ഒരിക്കലും എൻ്റെയും ദേവിയുടെയും കണ്ണുകൾ ഇങ്ങനെ നിറയാൻ പാടില്ല. കിഷൻ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഞങ്ങളുടെ ദുരന്തത്തെക്കുറിച്ച് എന്റെ മക്കൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ വിവാഹം നടത്തിയത് നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവാനല്ല, മറ്റൊരു ദുരന്തത്തിന്റെ പാഠം പഠിപ്പിക്കാനാണ്. ഇത് കിഷന്റെ മുറിയാണ്. ഇവിടെ കിഷൻ മാത്രം മതി. ദേവികയ്ക്ക് ഇവിടെ മറ്റൊരു മുറി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ നിനക്ക് അവിടെ കഴിയാം. കിഷൻ, എന്താ ചേച്ചി, ദേവി എന്റെ കൂടെയല്ലേ കിടക്കേണ്ടത്? വാടി ഇങ്ങോട്ട്. വിളിച്ചോണ്ട് പോടി അവളെ. വിടടാ അവളെ. വിടാ. ചേച്ചി കൊണ്ടുപോ. വിടാ അവളെ. വിടാ. ദേവി, ദേവി. മിണ്ടരുത്. അവന്റെ ഒരു മണിയറ. കിഷൻ ആദ്യമായി ഗൗരിയോടും കൗസല്യോടും ശബ്ദമുയർത്തി ചോദ്യം ചോദിച്ചത് ഇവളെ കെട്ടുന്നോണ്ട് എന്ത് സംഭവിക്കുമെന്നാ. പുന്നാര ആങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം ചേച്ചിമാർ ഇവിടെ മുതൽ പറഞ്ഞു തരും. കേട്ടു നിന്നാ മാത്രം മതി. ദേവി, ഇല്ല, എന്ത് പറഞ്ഞാലും ദേവി എന്റെ കൂടെ കിടക്കൂ. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞങ്ങളാണ്. ഇവിടെ താഴെ വണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എത്രയും വേഗം സ്ഥലം കാലിയാക്കിക്കോണം. ഇനി ഇവിടെ നിന്നാ കഴിക്കും ഞങ്ങള്. ദേവികയ്ക്കെന്നും ദുരന്തങ്ങൾ മാത്രം. ഇനി ഒരിക്കലും അതിൽ നിന്ന് എനിക്ക് മോചനമില്ല. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടവളാ പാവം എന്റെ മോള്. എല്ലാവരും വേട്ടയാടുകയായിരുന്നു അവളെ. ഇപ്പൊ അച്ഛനെന്ന് പറയുന്ന ആളുടെ വക ഭീഷണി. ഏതു നേരത്തും എന്റെ മോളുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. മനസ്സും അടുത്ത് തളർന്നൊടിഞ്ഞ് ഒരു വാടിയ റോസാപ്പൂ പോലെ അവൾ കിടക്കുന്നത് കാണുമ്പോ എന്റെ ചങ്ക് തകർന്നു പോവാ. എനിക്കറിയാം നിന്റെ മനസ്സിൽ അവളും അവളുടെ മനസ്സിൽ നീയും പൊടി പിടിച്ച് കിടപ്പുണ്ടെന്ന്. കിഷൻ ഒരമ്മയുടെ യാചനയാണെന്ന് കൂട്ടിക്കോളൂ. നീ വന്ന് വിളിച്ച സ്വർഗമാകൂ എന്റെ മോളുടെ ജീവിതം. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ തുടച്ചു നീക്കാനാ അവൾ ഓരോരോ നാടകങ്ങളിൽ ചെന്ന് ചാടിയതും സ്വയം ബലിയാടാകുന്നതും. ഒരുപാട് ഇഷ്ടമുണ്ട് എനിക്കും മറക്കാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷേ പേടിയാ. ആണുങ്ങളെ മൊത്തം വെറുപ്പോടെ കാണുന്ന 2 സഹോദരിമാരുടെ തടവുപുള്ളിയായിപ്പോയി ഞാൻ. സ്വന്തം സഹോദരനായ എന്നോട് പോലും ഒരുതരം പകയ അവർക്ക്. എനിക്കൊരു ജീവിതം കിട്ടുവന്ന അസൂയ കൊണ്ടാ എന്നെയും ദേവികയും വേർപിരിച്ചത്. എന്നിട്ടും എനിക്കവരെ എതിർക്കാനോ ധിക്കരിച്ച് ജീവിക്കാനോ കഴിയുന്നില്ല. നീ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് തെറ്റ്. മോഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാത്ത എന്റെ മോളുടെ മനസ്സിൽ നീ ബലമായി കയറിപ്പറ്റി. നിന്നെ ഇഷ്ടമാണെന്ന് അവൾ എന്നോട് കരഞ്ഞു സമ്മതിച്ച ആ ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാ നിനക്ക് ഞാൻ അവളെ വിട്ടുതന്നത്. പക്ഷേ ശുദ്ധചന്ദനം കിട്ടിയിട്ടും നിനക്കതിന്റെ മാറ്റി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കുഞ്ഞുവാവേ, ചേച്ചിയുടെ കുഞ്ഞുവാവേ. അമ്മേ, അമ്മേ, ദേ അവര് പാലില് മയക്കുപൊടി ചേർത്ത് തരും. അത് കുടിക്കരുത്. കുടിച്ചാ ഈ കുഞ്ഞുവാവെ അവരെടുത്തോണ്ട് പോവും. ഇത് കുടിച്ച് അവള് ചത്തുപോകോ വിമലെ? ഏയ്, അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇനി അഥവാ അവള് ചത്തുപോയാലും കുഴപ്പമില്ല. എനിക്കെന്റെ മോനെ തിരികെ കിട്ടിയാൽ മതി. ഈ പാൽ 2 കവൾ കുടിക്കുന്നതോടെ ബാലമണി ഫ്ലാറ്റ്. പിന്നെ ഉണർന്നെഴുന്നേക്കാൻ 1 ദിവസം എടുക്കും. അപ്പോഴേക്കും സേതു ശ്രീമംഗലത്ത് തിരികെ എത്തി കഴിഞ്ഞിട്ടുണ്ടാവും. വാ, സമയം കളയണ്ട. ബാലാമണിയെ കുറച്ചു നേരത്തേക്ക് നമുക്ക് പാട്ടുപാടി ഓർക്കാം. വാ. ഭഗവാനെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ രക്ഷിക്കണേ. അവര് പാലില് മയക്കുപൊടി ചേർത്ത് തരും. അത് കുടിക്കരുത്. കുടിച്ചാ ഈ കുഞ്ഞുവാവെ അവരെടുത്തോണ്ട് പോവും.
മോളെ ഇനി ദിവസവും ഒരു ഗ്ലാസ് ആട്ടുംപാല് കഴിച്ചോണം. പ്രസവരക്ഷയ്ക്കായി ഒരു വൈദ്യരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആടിനെ വാറ്റിത്തരും ഞാൻ മോക്ക്. എന്തായാലും സേതു വന്നിട്ടത് ചെയ്യാമെന്നാ ഞാൻ കരുതിയിരിക്കുന്നേ. ബാലയ്ക്ക് സഹായം ചെയ്യാനും കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്തു. നല്ല ചൂടുണ്ട് മോളെ, കഴിച്ചോളൂ. ഞാൻ കഴിച്ചോളാം അമ്മേ. പറ്റില്ല മോളെ, ഇപ്പൊ തന്നെ കഴിക്കണം പ്ലീസ്. പ്രസവിച്ച പെണ്ണുങ്ങള് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒന്നും കഴിക്കാൻ പാടില്ലെന്നാ പഴമക്കാര് പറയാറുള്ളത്. അതാ ഞാൻ. അങ്ങനെയുണ്ട്. ആ ശരി ശരി മോളെ, ഞങ്ങള് പൊയ്ക്കോളാം. മോള് കഴിച്ചാ മതി. വാ നമുക്ക് പോ. മോളെ ആറു മുമ്പ് കഴിച്ചോണേ മോളെ. ഞാൻ കുടിക്കാം. കഴിഞ്ഞ പിന്നെ അത് കൊള്ളില്ല. കഴിച്ചോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്?